മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ചിങ്ങ പുലരി സുദിനത്തിൽ ഏവർക്കും സ്തുത്യർഹമായ സ്വാഗതം ഓതിക്കൊണ്ട് സമാരംഭിക്കുന്നു. കേരളീയരെല്ലാവരും മഹത്വപൂർണമായ ആഘോഷമായി കാണുന്ന ചിങ്ങപ്പുലരിയിലുള്ള തിരുവോണ സുദിനം മാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ കാർഷിക വിളകളെല്ലാം എടുത്ത് നിറവുത്തരിയെല്ലാം കഴിഞ്ഞ് ശ്രീരാമചന്ദ്രനെ വരവേറ്റതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു അവതാര സ്വരൂപത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പ്. ഈ വർഷാരംഭത്തിൽ നമ്മുടെ കേരളീയ ജനതയ്ക്ക് പലതരത്തിലുള്ള അപജയങ്ങളും സംഭവിച്ചെങ്കിലും നമ്മളെല്ലാം ഭൂമിയുടെയോ ഋതുക്കളുടെയോ കാലത്തിൻ്റെയോ പിടിയിലാണ് ജീവിതം കൊണ്ടുപോകുന്നത്. ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ഈശ്വരാർപ്പണപരമായി എങ്ങനെ കഴിഞ്ഞുകൂടാം എന്നതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മുടെ ഈ സാത്വികം എന്ന ചാനലിൽ വളരെ ഭവ്യമായ സുന്ദരകാണ്ഡ പാരായണം ശ്രവിച്ച് നമുക്ക് ഓരോരുത്തർക്കും കർണാകർണികയായി കേൾക്കാൻ സുഖപ്രദമായ ഭഗവത് സ്വരൂപത്തെ, ശ്രീരാമചരിതത്തെ കേട്ട നമ്മൾ ഓരോരുത്തരും ഈ പുതുവർഷ വരവേൽപ്പിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ പ്രതിപാദ്യമായി പറയാൻ പോകുന്നത്. നമുക്കേവർക്കും ചിങ്ങമാസത്തിൽ ഏറ്റവും പവിത്രമായ വ്രതം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാര സ്വരൂപമായ വാമനമൂർത്തിയെയും ആരാധിക്കുക എന്നത്. ഇങ്ങനെ തിരുവോണ സുദിനം എന്ന് പറയുന്നത് പൗരാണിക ഗ്രന്ഥപ്രകാരം മഹാബലിയുടെ വരവായി ബന്ധമൊന്നുമില്ലെങ്കിലും മഹാബലി എന്ന് പറയുന്ന മഹാചക്രവർത്തിയെ അനുസ്മരിക്കാൻ ആർക്കും വിരോധമില്ല. എന്നാൽ ചാതുർമാസ്യം എന്ന വ്രതകാലത്തിൻ്റെ രണ്ടാമത്തെ പാദം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് മഹാവിഷ്ണുവിനെ ആരാധിക്കാൻ കേരളത്തിൽ ഓരോരുത്തരും തൃക്കാക്കരപ്പൻ എന്ന് വിശേഷിപ്പിക്കുന്നതായ മഹാവിഷ്ണു തിരുവോണ സുദിനത്തിൽ, പ്രത്യേകിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ അഭിജിത്താകുന്ന മുഹൂർത്തത്തിൽ ഭഗവാൻ ആവിർഭവിച്ചു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഭഗവാന്റെ ശ്രീരാമാവതാരം പോലെ തന്നെ വാമനാവതാരം എന്ന് പറയുന്നത് ബലിതർപ്പണത്തെ കീഴടക്കാനായി ഭഗവാൻ ആവിർഭവിച്ചു എന്നതാണ് ചിങ്ങമാസത്തിൻ്റെ പ്രത്യേകത. ഓരോരുത്തർക്കും നമ്മളാണ് ഏറ്റവും ശരിയെന്നും നമ്മളാണ് ഏറ്റവും മഹാനെന്നും അതല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള ഞാനെന്ന ഭാവവും ഈ ലോകത്തെ ഭ്രമണം ചെയ്യിക്കുന്നു എന്ന് ധരിക്കുന്നവർക്ക് ഒരു മറുപടിയാണ് മഹാബലി ചരിതം. നർമ്മദാ നദീതീരത്ത് മഹാബലി എന്ന് പറയുന്ന ചക്രവർത്തി അത്യദ്ഭുതമായ മഹായാഗം നിശ്ചയിക്കുന്നു. ആ മഹായാഗത്തിൽ യാചനാരൂപത്തിൽ ഭഗവാൻ അവിടേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെ മഹാബലിയുടെ ദർപ്പത്തെ അടക്കുന്നതായൊരു കഥ ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദ്യ വിഷയമായി ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത മഹാരാജാവിനോട് പറയുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് അഹങ്കാരക്ഷയത്തിനായി ഭഗവാൻ
യാചിക്കുന്ന 3 അടി മണ്ണ് എന്ന് പറയുന്ന ആ പാദതലം ഉപനിഷത്ത് വചനപ്രകാരം അതല്ലെങ്കിൽ പുരുഷ സൂക്ത മന്ത്രപ്രകാരം ത്രിപാദ ഊർധ്വ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മന്ത്രമുണ്ട്. അങ്ങനെ 3 പാദങ്ങൾ എന്ന് ഭഗവാൻ പറയുന്നത് മുക്കാലമൃതമായുള്ളോൻ കാലാലിങ്ങു ഭവിക്കുന്നു, ഇക്കാലംശം പടർന്നതേ ചരാചര ജഗത്തുകൾ. യഥാർത്ഥത്തിൽ വെഷ്ടിപ്രാണനായി ഭഗവാൻ ആവിർഭവിക്കുമ്പോൾ അദ്വൈതഭാവത്തിൽ നിന്ന് ദ്വൈതഭാവത്തിലേക്കുള്ള വിരാട് പുരുഷൻ്റെ ഒരു സൃഷ്ടിരചനയെ ഓർത്തു നോക്കുകയാണ് പുരുഷ സൂക്തം എന്ന മന്ത്രം. ഇവിടെയാണ് 3 പാദങ്ങളുടെ പ്രത്യേകത. മുക്കാൽ ഭാഗം ശ്രേഷ്ഠമായി നിൽക്കുന്ന ഭഗവാന്റെ ചൈതന്യത്തിൽ നിന്ന് കാൽഭാഗപൂർണമായ ഈ ബ്രഹ്മാണ്ടത്തെ, ഈ ലോകത്തെ വിരചിച്ച ഭഗവത് സ്വരൂപം. ഈ കാലംശം കൊണ്ട് ഈ ചരാചര ജഗത്തുകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതിൽ ഓരോ ശരീരികളും താനാണ് വലുത്, താനാണ് മഹത്വപൂർണൻ എന്നെല്ലാം ധരിക്കുന്നവർക്ക് ഭഗവാൻ തൻ്റെ വാമനമായ വടുവാമനനായുള്ള ആവിർഭാവത്തിലൂടെ ഏറ്റവും ത്രിലോക ചക്രവർത്തിയായിരിക്കുന്ന വിരോചന പുത്രനായിരിക്കുന്ന മഹാബലിക്ക് യാചനാഭാവത്തിൽ ഭഗവാൻ സർവസ്വവും സ്വീകരിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ ഒരു കഥയെ അനുസ്മരിക്കുന്നുണ്ട്. കേരള സൃഷ്ടിയെക്കുറിച്ച് പരശുരാമനെ പറയുന്നത് പോലെ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നെല്ലാം പലരും വായ്മൊഴിയായിട്ട് പറയുന്നത് കേൾക്കാറുണ്ടെങ്കിലും ഭഗവാൻ വാമനമൂർത്തിയായി മഹാബലിയെ യഥാർത്ഥത്തിൽ സുതലമെന്ന 7 തലങ്ങളിലുള്ളതിൽ ഏറ്റവും അന്ത്യമായ തലം പാതാളമാണെങ്കിൽ അതിനേക്കാൾ ഉപരിയായ ലോകമാണ് സുതലം, അതല്ലെങ്കിൽ നല്ല തലം. ഇങ്ങനെ നല്ല തലത്തിലേക്ക് തൻ്റെ ബാഹ്യപ്രജ്ഞ കൊണ്ട് ബാഹ്യശരീരവും ഭൗതിക ജീവിതവും ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് ധരിച്ച് ജീവിക്കുന്ന മഹാബലിക്ക് തൻ്റെ അനുഗ്രഹത്താൽ നല്ല ലോകങ്ങൾ സമ്മാനിക്കുന്നു. ഈ ചിങ്ങപ്പുലരിയിൽ നമ്മൾ ഓരോരുത്തരും ഭഗവാനെ വരവേൽക്കാൻ വേണ്ടി ശ്രീഭഗവതിയെ ആരാധിച്ചുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ പീഠത്തിൽ നെൽക്കതിർ കൊണ്ടുവന്ന് കേരളീയരെല്ലാവരും നിറ ആഘോഷിക്കും. നിറപുത്തരി ആഘോഷം തന്നെ കാർഷിക മേഖലയിലുള്ളവർക്ക്, കർഷകർക്ക് വളരെ തൻ്റെ എല്ലാ കർമ്മങ്ങളുടെയും പരിണിത ഫലമായ ഫലസ്വരൂപം തൻ്റെ ഗൃഹത്തിലേക്ക് ആരാധ്യമായി കൊണ്ടുവരിക. ഇത് കേരളത്തിൽ അനേക കാർഷിക വിളകളുണ്ടെങ്കിലും നമ്മൾ വിളയിച്ചെടുക്കുന്നതായ ധാന്യം, നെല്ലെന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ അന്നമെന്ന വിധത്തിൽ നമ്മുടെ ശരീരപോഷണത്തിന് നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ദ്രവ്യം. ഏതൊരു മനുഷ്യനും വിശപ്പ് എന്ന വികാരം ഒരേപോലെയാണ്. മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അത് ഒരുപോലെയാണ്. ഏതൊരു ജീവിക്കും മതി എന്ന് തോന്നാവുന്നത് ഭക്ഷണം എന്ന പദാർത്ഥമാണ്. കേരളത്തിൽ അനേക കൃഷിഭൂമികളും നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം നമ്മൾ പറയും. എങ്കിലും കാർഷിക വൃത്തി ചെയ്യുന്നവർ വളരെ ലളിതമായി കവി പൂർവകാല ചരിതത്തെ ഓർത്തെടുക്കുന്നതായൊരു ശ്ലോകമുണ്ട്. പതഞ്ഞ വെള്ളം പതിവായിൽ നിന്ന് വരുന്ന കന്നാലിയ മുന്നടത്തി, നുകം കരിക്കോലിവ തോളിലേന്തി ഇതാ വയൽ വിട്ടിടുകയായി കൃഷിക്കാർ. ഇങ്ങനെ കാർഷിക ഭൂമിയായ നമ്മുടെ കേരളത്തിൽ ധാന്യങ്ങളെ പൂജിക്കുന്ന വൈദിക സാഹിത്യങ്ങളിൽ യജുർവേദത്തിൽ ഉഴുന്നുപരിപ്പിനും തുവരപ്പരിപ്പിനുമെല്ലാം നമസ്കാരം പറയുന്നത് പോലെ കേരളത്തിൽ വിളയിച്ചെടുത്തതായ നമ്മുടെ ധാന്യത്തെ അഭിവന്ദനം ചെയ്യാൻ ഉള്ള ഒരു സമയമാണ് ഈ ചിങ്ങപ്പുലരി.
തീർച്ചയായും ഭഗവത് ആരാധനയിലൂടെ ധാന്യത്തിനെയും ധനത്തെയും തൻ്റെ ഭൗതികമായ നിലനിൽപ്പിന് മാത്രമല്ല അന്നം കൊണ്ട് സർവ്വതും പരിപോഷിക്കും എന്നൊരു സന്ദേശം കൂടി നമുക്ക് നേടാനിടവരട്ടെ. പ്രണാമം. ഓ